by Jack London. എല്ലാവർക്കും നമസ്കാരം. ചാപ്റ്റർ 4 ബാറ്റിൽ ഓഫ് ഫാൻസ്. ഉൾക്കാട്ടിലേക്ക് മഞ്ഞിലൂടെ ഓടുകയാണ് ആ ചെന്നായക്കൂട്ടം. വളരെ നിരാശരാവാൻ കാരണം തൊട്ടടുത്തെത്തിയ ഇര നഷ്ടപ്പെട്ടിരിക്കുന്നു. പതിവ് പോലെ ആ പെൺചെന്നായിയായിരുന്നു നേതൃത്വം. ഹെൻറിയുടെ തൊട്ടടുത്തെത്തിയതാണ്. ഒരു അടി മുന്നോട്ട് നടന്നാൽ ഹെൻറിയുടെ കഴുത്ത് അവളുടെ വായിലിരിക്കുമായിരുന്നു. ആ സമയത്തായിരുന്നു പെട്ടെന്ന് അവൾ നിൽക്കുന്നു, ഒന്ന് ശ്രദ്ധിക്കുന്നു, ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് തിരിഞ്ഞു ഓടുന്നു. അത് ഒരു അപകട സൂചനയായിരുന്നു. ബാക്കിയുള്ള ചെന്നായ്ക്കളും അവളുടെ പുറകെ ഓടി. ഓടുന്ന സമയത്താണ് അവരുടെയും ചെവിയിലതെത്തുന്നത് മനുഷ്യരുടെയും നായ്ക്കളുടെയും എല്ലാം ശബ്ദം. അതാദ്യം ആ പെൺചെന്നായക്കാണ് മനസ്സിലായത്. കാരണം അതിന് മനുഷ്യരുമായിട്ടൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. ആ പെൺചെന്നായയുടെ ഫോളോവേഴ്സാണെന്ന് ബാക്കിയുള്ള നായ്ക്കളല്ല. പ്രധാന കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആകെ കിട്ടിയ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു 6 നായ്ക്കളാണ്. ആ 6 നായ്ക്കളെയും അവരുടെ മുമ്പിൽ എത്തിച്ചു കൊടുത്തത് ആ പെൺചെന്നായയാണ്. നമ്മുടെ ഇന്നത്തെ മോഡേൺ യുഗത്തിലെ ഹണി ട്രാപ്പ് പോലൊരു സംവിധാനം. ഏകദേശം ഒരു ദിവസത്തോളം ആ ഓട്ടം തുടർന്നു. യാതൊരു ഭക്ഷണവും ഇല്ലാതെയുള്ള ഓട്ടം. അവസാനം അവർ ഒരു ഇരയുടെ മുന്നിൽ എത്തിപ്പെട്ടു. ഒരു വലിയ മൂസ് എന്ന മൃഗം, വളരെ വലിയ ഒരു മൃഗം. അതിനെ അവർ സംഘം ചേർന്ന് ആക്രമിക്കുകയാണ്. അത് തിരിച്ചു ആക്രമിക്കുന്നുണ്ട്. അതിൻ്റെ ശക്തമായ കൊമ്പുകളും കുളമ്പുകളും ഒക്കെ ഉപയോഗിച്ച് അത് തിരിച്ചു ആക്രമിക്കുന്നുണ്ട്. ചില ചെന്നായ്ക്കൾക്കൊക്കെ പരിക്ക് പറ്റി. എന്നാലും അവരെല്ലാവരും കൂടി ചേർന്ന് അതിനെ കീഴ്പ്പെടുത്തി. അത് ചത്തില്ല, അതിനെ ജീവനോടെ തന്നെ അവർ തിന്നുകയാണ്. നേരത്തെ ഹെൻറിയുടെയും ബില്ലിൻ്റെയും 6 നായ്ക്കളെയും അതുപോലെ ബില്ലിനെയൊക്കെ തിന്നതുപോലെ ചാവുന്നതിന് മുമ്പേ തീറ്റ തുടങ്ങി. ഏതായാലും ഹെൻറിയും ബില്ലും നേരത്തെ വിചാരിച്ച പോലല്ല. ഏകദേശം 40ഓളം ചെന്നായ്ക്കളുണ്ട് ആ കൂട്ടത്തിൽ. അവർ 20 എന്നാണ് ഊഹിച്ചത്. കാരണം എല്ലാത്തിനെയും അവർ നേരിട്ട് കാണുന്നില്ല. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ആ മൃഗത്തിൻ്റെ ബാക്കിയുള്ളത് കുറച്ച് എല്ലുകൾ മാത്രം. എല്ലുകളും അതിൻ്റെ കുളമ്പും, ബാക്കിയെല്ലാം തീർന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക്, കാരണം വിന്റർ അവസാനിച്ച് വരികയാണ്, പല മൃഗങ്ങളും ഹൈബർനേഷൻ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അതുകൊണ്ട് ഇനി ഭക്ഷണമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടാൻ തുടങ്ങി. വിശപ്പ് എന്ന വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ആ ചെന്നായ്ക്കൂട്ടം മാറുകയാണ്. ഇനി വയറ് നിറയപ്പോൾ ഇത്രയും കാലം വേറെ ചിന്തകളൊന്നുമില്ല. എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി മറ്റ് പല ചിന്തകളും വന്നു തുടങ്ങി. അവ പലതും കൂട്ടം പിരിയാൻ തുടങ്ങി. ആണും പെണ്ണുമായിട്ട് ഓരോ ഗ്രൂപ്പ് പിരിഞ്ഞു പോകാൻ തുടങ്ങി. ചിലപ്പോൾ ഒരു പെണ്ണിൻ്റെ കൂടെ ഒന്നിൽ കൂടുതൽ ആണുങ്ങൾ പോകും. പിന്നെ അവർ തമ്മിലൊരു ഫൈറ്റ് നടക്കും. ജയിക്കുന്നവൻ ആ പെണ്ണിനെ കിട്ടും. ആ രീതിയിൽ ആ ചെന്നായ്ക്കൂട്ടം പിരിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പെൺചെന്നായിയുടെ പുറകെ 3 ചെന്നായ്ക്കൾ നടപ്പുണ്ട്. ഒന്ന് ആ കൂട്ടത്തിൻ്റെ അത്രയും കാലം ലീഡറായിരുന്ന ചെന്നായ. പിന്നെ സ്വല്പം പ്രായം കൂടിയ, ഒരു കാലത്ത് ലീഡറായിരുന്നു, പിന്നെ ലീഡർഷിപ്പൊക്കെ ഒഴിഞ്ഞു. പ്രായം കൂടുമ്പോൾ അങ്ങനെയാണല്ലോ, യുവതലമുറയ്ക്ക് കൈമാറണം എന്നാണല്ലോ പല മൃഗങ്ങളുടെ ഇടയിൽ. മനുഷ്യർക്ക് മാത്രമാണ് ഒന്നും ബാധകമില്ലാത്തത്. അതുകൂടാതെ ഏകദേശം 3 വയസ്സ്, അതായത് ചെന്നായ്ക്കളുടെ ഇടയിൽ ഒരു ടീനേജർ എന്ന് പറയാം, പ്രായമുള്ള ഒരു ചെന്നായ. അങ്ങനെ ഒരു 3 ആൾക്കാർ ഈ നമ്മുടെ ഹീറോയിൻ പെൺചെന്നായയുടെ പുറകെ നടപ്പുണ്ട്. കുറച്ച് ദൂരം മുന്നോട്ട് പോകും. ഇടയിൽ ആരെങ്കിലും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ പോകുമ്പോൾ അവൾ നല്ല കടിയും വെച്ച് കൊടുക്കും. അങ്ങനെ അവർ മുന്നോട്ട് നടന്നു. നടക്കുന്നതിനിടയിൽ ഒരു തവണ ആ ടീനേജർ അല്പം കൂടുതൽ സ്നേഹം കാണിച്ചു. അത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ പഴയ ലീഡറും പുതിയ ലീഡറും, ഈ പഴയ ലീഡർക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരു കണ്ണേ ഉള്ളൂ, ഒറ്റ കണ്ണൻ. പണ്ടെപ്പോഴോ ഒരു ഫൈറ്റിനിടയിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇടത്തെ കണ്ണ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്, വലതേ കണ്ണില്ല. പഴയ ലീഡറും പുതിയ ലീഡറും കൂടി ചേർന്ന് ആ ടീനേജറെ ആക്രമിച്ചു. ആ സംഘടിതമായ ആക്രമണത്തിന് പിടിച്ചു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. അധികം വൈകാതെ അവൻ്റെ ഡെഡ് ബോഡി അവിടെ വീണു. പെണ്ണിന് വേണ്ടിയുള്ള ഒരു മരണം. ഡെഡ് ബോഡിയുടെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഈ 2 ലീഡേഴ്സ്, പഴയതും പുതിയതുമായ ലീഡേഴ്സ് പരസ്പരം നോക്കി. ആര് ആണ് കൂടുതൽ ശക്തനെന്ന് അവർക്കേ പിടിയില്ല. അതുകൊണ്ട് ഒരാൾ മറ്റേയാളെ അറ്റാക്ക് ചെയ്യാനൊന്നും മടിച്ചു.
ചെറുപ്പക്കാരനായ ലീഡർ അതിൻ്റെ ശരീരത്തിൽ പറ്റിയ ഒരു മുറിവ് ഒന്ന് നക്കിത്തുടയ്ക്കാനായിട്ടൊന്ന് തല പുറകോട്ട് തിരിച്ചു. ആ തക്കം നോക്കി ഈ ഒറ്റക്കണ്ണൻ അവൻ്റെ കഴുത്തിൽ ചാടിയിട്ട് പിടുത്തം പിടിച്ചു. ആ നിമിഷം തന്നെ അവൻ ചാടി മാറുകയും ചെയ്തു. ചെന്നായ്ക്കളുടെ ഫൈറ്റിൻ്റെ രീതി അതാണ്. കടിച്ച് പിടിച്ചോണ്ട് നിൽക്കില്ല, ഒന്ന് കടിക്കും, ചാടി മാറും, വീണ്ടും കടിക്കും. വളരെ ക്വിക്ക് ആക്ഷനായിരിക്കും. യങ് ലീഡർ വളരെ അത്ഭുതത്തോടെ ഒന്ന് തിരിഞ്ഞു. അത് മറ്റേ ചെന്നായ്ക്കിന് ഒറ്റക്കണ്ണനെ നേരെ എടുത്ത് ചാടി. പക്ഷേ ചാട്ടത്തിന് വലിയ ശക്തി ഉണ്ടായിരുന്നില്ല. കാരണം പ്രധാന രക്തക്കൊഴൽ മുറിഞ്ഞ് ചോര അങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചാട്ടത്തിൽ അത് കുഴഞ്ഞു വീണു. അവിടെ കിടന്ന് തന്നെ അതും മരിച്ചു. അപ്പം ഇതെല്ലാം കണ്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് നമ്മുടെ ഹീറോയിൻ ചെന്നായ. കാരണം അവൾക്കറിയാം അവൾക്ക് വേണ്ടി നടക്കുന്ന ഒരു ഫൈറ്റാണ്. ഈ ഫൈറ്റിൽ ജയിക്കുന്നവൻ്റെയാണ് ആ ഒരു സീസണിലേക്കുള്ള. അടുത്ത സീസൺ ആകുമ്പോഴേക്കും ആളൊക്കെ മാറും. പക്ഷേ നേരിട്ട ആക്രമണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഈ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ പോകുന്നവർക്കൊക്കെ നല്ല കടി അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒറ്റക്കണ്ണൻ വളരെ പേടിച്ചാണ് അവളുടെ അടുത്തോട്ട് ചെല്ലുന്നത്. പക്ഷെ അവൾ ആ സമയത്ത് വളരെ ശാന്തയായി അവനെ എതിരേറ്റു. പിന്നെ അവരങ്ങനെ ഒന്നിച്ച് യാത്ര തുടങ്ങി. ആ യാത്രക്കിടയിൽ ഒരു ദിവസം ഒരു പ്രത്യേക ഭാഗത്തെത്തിയപ്പോൾ അവർ ചില പ്രത്യേക ശബ്ദങ്ങളും പ്രത്യേക മണങ്ങളും എല്ലാം കേൾക്കുകയാണ്. കാരണം തൊട്ടപ്പുറത്ത് ഒരു റെഡ് ഇന്ത്യൻ ക്യാമ്പുണ്ട്. ആ ക്യാമ്പിലുള്ള മനുഷ്യരുടെയും നായ്ക്കളുടെയൊക്കെ ശബ്ദം, അവിടുന്ന് ഭക്ഷണം പാചകം ചെയ്യുന്ന ഗന്ധം, ഇതൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്. ആ പെൺചെന്നായ വളരെ അത്ഭുതത്തോടെയും ഒരു പ്രത്യേക ആഗ്രഹത്തോടെയും ആ ക്യാമ്പിന് നേരെ നടക്കുകയാണ്. കാരണം അവൾക്ക് അത്തരം ക്യാമ്പുകൾ വലിയ പേടിയുള്ള കാര്യമല്ല. അതേസമയം ഒരു വൈൽഡ് വുൾഫിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ക്യാമ്പുകളിൽ നിന്ന് കഴിയുന്നതാകുന്നു നിൽക്കും. മനുഷ്യനോട്, അതുപോലെ മനുഷ്യനെ ഇണക്കി വളർത്തുന്ന ജീവികളോടെല്ലാം എപ്പോഴും അവർ അകലം പാലിക്കും. അതുകൊണ്ട് തന്നെ ആ ക്യാമ്പിൻ്റെ അടുത്തേക്ക് പോകാൻ ഒറ്റക്കണ്ണന് ധൈര്യമില്ല. ഈ പെൺചെന്നായ പോകുമ്പോൾ അവൻ തടയാൻ ശ്രമിക്കുകയാണ്. കുറച്ചു നേരം ആ ക്യാമ്പിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി അവളങ്ങനെ അത്ഭുതത്തോടെ ആ ക്യാമ്പിലൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആരും അവളെ ശ്രദ്ധിക്കുന്നില്ല. കുറച്ചു നേരം നിന്നതിന് ശേഷം പക്ഷേ അവൾ ആ ഒറ്റക്കണ്ണൻ്റെ കൂടെ തന്നെ അങ്ങ് പോയി. ആ പോകുന്ന സമയത്തായിരുന്നു രസകരമായ മറ്റൊരു സംഭവം. അവർക്ക് മുന്നിൽ ഒരു സ്നോ റാബിറ്റ് എന്ന ജീവി, അതായത് നമ്മുടെ മുയൽ തന്നെ ഈ മഞ്ഞിൽ ജീവിക്കുന്ന തരം, കുറച്ചുകൂടി വലിയ കാൽപാദമൊക്കെ ആയിരിക്കും മഞ്ഞിൽ ഓടാൻ പാകത്തിന്, അത്രേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെ ഒരു റാബിറ്റ് ഓടുന്നു. പുറകെ അവരും ഓടി ഒറ്റക്കണ്ണൻ അതിൻ്റെ തൊട്ടടുത്തെത്തി. ഒരു ചാട്ടം കൂടി ചാടിയാൽ അവൻ്റെ വായിലിടുന്നതിന് ആ മുയൽ. പെട്ടെന്നാണ് അവൻ അത്ഭുതത്തോടെ നോക്കുന്നത്. ആ മുയൽ മാനത്തേക്ക് ഉയർന്നു പോകുന്നു. വാസ്തവത്തിൽ സംഭവിച്ചത്, ആ റെഡ് ഇന്ത്യൻ ക്യാമ്പിൽ അവർ ഈ മുയലിനെ കൊടുക്കാനുള്ള ചില കെണികൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഈ മുളയുടെ കമ്പ് വളച്ച് അതിൽ പ്രത്യേക കുടുക്കൊക്കെ ഇട്ട് വയ്ക്കും. അത് മുകളിലോട്ട് തിരിച്ച് പോകാതിരിക്കാനുള്ള ചെറിയൊരു ഹുക്കൊക്കെ ഉണ്ടാവും. നമ്മുടെ ഏകദേശം ഈ എലിക്കണ്ണിയുടെയൊക്കെ ഒരു സംവിധാനം പോലെ. എന്തെങ്കിലും ജീവി എന്നതിൽ തട്ടുക കുടുങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഹുക്കളകും, അത് മുകളിലേക്ക് പോകും. അതുകൊണ്ട് രണ്ട് മെച്ചമാണുള്ളത്. ഈ കെണി മറ്റേത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരു കെണിയാണെങ്കിൽ പലപ്പോഴും മറ്റ് മൃഗങ്ങൾ ഈ കെണിയപ്പെടുന്ന മൃഗങ്ങളെ കൊണ്ടുപോകും. ഇപ്പോൾ ഒരു മുയലോ അങ്ങനെയുള്ള എന്തെങ്കിലും ജീവി പെട്ട് കഴിഞ്ഞാൽ മിക്കവാറും ചെന്നായ്ക്കൾ അതിനെയും കൊണ്ടുപോകും. അല്ലെങ്കിൽ വലിയ തരം കാട്ടുപൂച്ചകളുണ്ട് അവിടെ, ലിൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കാട്ടുപൂച്ചകൾ, അതൊക്കെ ഈ മുയലിനെയും കൊണ്ട് പോകും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ടാണ് ഇത്തരം കെണികൾ. ഈ ഇരപ്പെടുന്നതോടെ ഈ കെണി അങ്ങ് ഉയർന്ന മാനത്തോട്ട് നിൽക്കും. അപ്പോൾ അത്തരം ഒരു കെണിയിൽപ്പെട്ട് ആ മുയൽ മുകളിലെത്തി. ആ ഒറ്റക്കണ്ണം കുറച്ചു നേരം ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ്. പക്ഷെ പെണ്ണിനൊന്നും ഒരു പുത്തരിയല്ല, കാരണം അവളിതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ആ ഒറ്റക്കണ്ണൻ ഉയർന്ന് ചാടി. 2 തവണ ചാടിക്കഴിഞ്ഞപ്പോൾ ആ മുയൽ അവൻ്റെ വായിൽ കിട്ടി. അവനതുകൊണ്ട് താഴേക്ക് വന്നു. പക്ഷേ താഴേക്ക് വന്നപ്പോഴാണ് വേറൊരു പ്രശ്നം. അവൻ്റെ മുതുകിലേക്ക് അടിക്കാൻ പാകത്തിന് ആ മുളയെന്ന് വേറൊരു കമ്പ്, അതും ഈ കെണിയുടെ ഒരു ഭാഗം തന്നെയാണ്. റെഡ് ഇന്ത്യൻസ് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനം. വേറെ ഏതെങ്കിലും ജീവി ഇതിനെ ചാടി പിടിച്ചാൽ തന്നെ അതിന് കിട്ടണം അടി. അതോടെ അവൻ പിടിവിട്ടു. അത് തിരിച്ച് മുകളിലേക്ക് പോയി. പക്ഷേ അത് പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ല. അവൾ 2 കടി വെച്ച് കൊടുത്തു, പോയി പിടിക്കടാ എന്നുള്ള ഭാവത്തിൽ. വീണ്ടും അവനതിനെ പിടിച്ച് താഴേക്ക് വരുംതോറും ആ മുളങ്കമ്പും അവനെ അടിക്കാവുന്ന രീതിയിൽ വരുന്നുണ്ട്. അതവന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പിടിവിടാൻ ധൈര്യമില്ല. പിടിവിട്ടാൻ ഇവളുടെ കടി കിട്ടില്ല എന്ന് വിചാരിച്ച് പിടിവിടുന്നില്ല.
അങ്ങനെ അവൻ താഴെ വന്നു. പക്ഷെ അനങ്ങാൻ ധൈര്യമില്ല. അനങ്ങുമ്പോൾ മറ്റേ കമ്പ് കൂടുതൽ അടുത്തേക്ക് വരികയാണ്. കാരണം ഈ ഇരയും കൊണ്ട് ഓടിയ അടി ഉറപ്പ്. ആ രീതിയിലാണ് റെഡ് ഇന്ത്യൻസ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ പെണ്ണ് അത് വളരെ കൂളായിട്ട് പ്രശ്നം സോൾവ് ചെയ്തു. അവൾ നേരെ അടുത്ത് വന്നു. ഇവൻ കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ മുയലിൻ്റെ കഴുത്തും തലയും കടിച്ച് വേർപെടുത്തി. അതോടെ കെണി ഉയർന്ന് മുകളിലേക്ക് തന്നെ പോയി. മുയലിനെ അവർ തിന്നു. അങ്ങനെ ആ പെണ്ണിൻ്റെ കൂടെയുള്ള സഹവാസത്തിൽ നിന്ന് അതുവരെ അറിയാത്തൊരു കാര്യം ആ ഒറ്റക്കണ്ണം പഠിക്കുകയാണ്. ഇത്തരം കെണികളിൽ നിന്ന്, സ്നെയർ എന്നാണ് ആ കെണിക്ക് പറയുക, റാബിറ്റ് സ്നെയർ എന്നാണ് പറയുക, അത്തരം കെണികളിൽ നിന്ന് എങ്ങനെ സുരക്ഷിതമായി ഇര പിടിക്കാം